ഇപ്പം അവർക്ക് വേണ്ടി എനിക്ക് ഫൈറ്റ് ചെയ്യാൻ തോന്നിയെടുത്തല്ല ഞാൻ ഫൈറ്റ് ചെയ്യും. വേറൊരു കാര്യം ഞങ്ങളുടെ പറഞ്ഞേക്കാം, ഞാൻ ഒരു ട്രാജഡി ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, രേണു സുധിക്കെതിരെ ഇട്ട ബിഷപ്പിന്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ, ബിഷപ്പല്ലേ ബിഷപ്പാമ്പ്, അത് തന്നെ ഞാൻ പറഞ്ഞ ആ ബിഷപ്പ് ഇന്നലെ എന്താ അതിന്റെ അർത്ഥം? ബിഷപ്പിന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്? മോളെ ഒരു പ്രശ്നമില്ല. ഞാൻ ഒരിക്കലും ഒരു വ്ളോഗേഴ്സിനോട് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. രേണു സുധിയെ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഇപ്പൊ കുറ്റപ്പെടുത്തുന്നേ ഇല്ല. നേരത്തെ ഒക്കെ കുറെ കുറ്റപ്പെടുത്തിയായിരുന്നു. അപ്പൊ ഇപ്പോഴും ഓരോ വ്ളോഗർമാർ എന്നോട് ചോദിക്കാറുണ്ട്, രേണു സുധിയെ കുറ്റം പറയാൻ ഫാദർ വരുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഒരു ഇതിനുമില്ല എന്നാണ് അദ്ദേഹം, ആ പിതാവ് എന്റെ ചേച്ചിയോട് ഫോണിൽ സംസാരിച്ചത്. ഈ ചില ആളുകൾ പുതിയ വീട്ടിൽ ചെന്നു പുതിയ വീട്ടിൽ ചെന്നു ബിഷപ്പിന്റെ അവിടെ പറഞ്ഞ് ആട്ടി ഇറക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഭാഗത്താൻ പറയാം ചൗക്കട്ടുണ്ട്, അവിടെ ചെന്ന് സുരിയോട് ചോദിക്കാം. അവൾ പറയാം ആരത് പറഞ്ഞത്? രേണു രേഷ്മ, അവിടെ പേര് രേണു തന്നെ. രേണു എന്ന് പറഞ്ഞ ഇതുപോലെ അവിടെ പോയി കല്ലറ പോയി ചോദിക്കാനേ. രേഷ്മ തങ്കച്ചൻ പുതുക്കാട്ട് വീട് കൊണ്ടാണ് അവിടെ അപ്പന്റെ പേരിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ കരാർ ഇപ്പൊ എന്നെ ഇരിപ്പുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പൊ ഞാൻ കേട്ടോണ്ട് പോന്നു. കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ വഴി പോയപ്പോ ഒന്ന് രേണു സുധിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. രേണു സുധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് എനിക്ക് തോന്നുന്ന ഒരു പഴഞ്ചൊല്ലായിട്ട് പറയാനാണ്. കാരണം അല്പന അഹങ്കാരം വന്നാൽ അർദ്ധരാത്രിയും കൊടപിടിക്കും എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലു പറയാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം രേണു സുധിക്ക് ഒരു മുൻകാല സ്റ്റോറി ഉണ്ടായിരുന്നു. ഒന്നുമില്ലാതിരുന്ന ഒരു രേണു സുധി ഉണ്ടായിരുന്നു. സ്വന്തമായിട്ടൊരു വീടോ കാറ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ രേണു സുധി സ്വന്തമായിട്ട് കാറ് അതൊക്കെ വാങ്ങി. അതൊക്കെ രേണു സുധി ജോലി ചെയ്ത് കിട്ടിയ പൈസക്ക് വാങ്ങിയത് അതൊക്കെ ഓക്കെ. പക്ഷേ രേണു സുധിക്ക് ഒരു വീട്, കയറിക്കിടക്കാൻ ഒരു വീട് എന്നൊരു സ്വപ്നം നൽകിയ ഒരു ഫാദർ ഉണ്ടായിരുന്നു. ആ ഫാദറെ ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി ദ്രോഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാലും സഹിക്കുന്നതിനൊരു പരിധിയുണ്ടല്ലോ. അത് കഴിഞ്ഞ ശേഷം ഫാദർ ഇപ്പോൾ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് കേൾക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് മുന്നേ ചെയ്യേണ്ടതായിരുന്നു. എങ്കിൽ ഇത്രത്തോളം വഷളാവില്ലായിരുന്നു. ഇത് കുറച്ച് കാലം മുന്നേ തന്നെ ചെയ്യണമായിരുന്നു. ഫാദറിനെതിരെ പറഞ്ഞ ആ വീഡിയോസൊക്കെ 7 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യണമെന്നും പബ്ലിക് ആ മനുഷ്യന് ആകപ്പാട് ചെയ്ത ഒരേ ഒരു തെറ്റെന്ന് വെച്ചാൽ ഇവർക്കൊരു വീട് വെക്കാനുള്ളൊരു സ്ഥലം അതൊക്കെ നൽകി എന്നുള്ളൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. അതിന് അദ്ദേഹം കേൾക്കാവുന്നതിൻ്റെ പരമാവധി കേട്ടു. ആദ്യത്തെ വീഡിയോയിനകത്ത് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, ആ ഒരു ഫാദറിന് ഒരു ബഹുമാനം കൊടുക്കാതെ ബിഷപ്പ് എന്ന് പറയുമ്പോൾ ബിഷപ്പല്ല ബിഷപ്പാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിഹസിക്കുന്നത്. ഇതൊക്കെ ദൈവം കാണുന്നുണ്ട് എന്നുള്ള കാര്യം രേണു ഓർക്കണം. ഇപ്പോൾ രേണു സുധി എത്തി നിൽക്കുന്ന ആ ഒരു കുറച്ചുള്ള ഫെയിമൊക്കെ കളയാൻ ആ ഒരു നിമിഷം മതി. അത് കളഞ്ഞ ഒരാളും തിരിഞ്ഞു നോക്കില്ല. ഈ പറഞ്ഞ കൂട്ടുകാരികൾ വരെ ഉണ്ടാവില്ല. എന്ത് തന്നെയായാലും രേണു സുധി നമ്മുടെ ഫാദറിനെ ബിഷപ്പാമ്പ് എന്ന് പറയുന്ന വീഡിയോസൊക്കെ നമുക്ക് അതൊന്ന് കേൾക്കാം. പറയേണ്ട കാര്യമില്ല. ഞങ്ങള് ഇപ്പം അവർക്ക് വേണ്ടി എനിക്ക് ഫൈറ്റ് ചെയ്യാൻ തോന്നിയെടുത്തല്ല ഞാൻ ഫൈറ്റ് ചെയ്യും. വേറൊരു കാര്യം ഞങ്ങളുടെ പറഞ്ഞേക്കാം, ഞാൻ ഒരു ട്രാജഡി ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, രേണു സുധിക്കെതിരെ ഇട്ട ബിഷപ്പിന്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ, ബിഷപ്പല്ലേ ബിഷപ്പാമ്പ്, അത് തന്നെ ഞാൻ പറഞ്ഞ ആ ബിഷപ്പ്. എന്തൊരു സന്തോഷമാണ്. ആ സ്ഥലം തന്ന അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ പരിഹസിച്ച് ചിരിക്കുകയാണ്. ആ കൂട്ടുകാരിയായാലും രേണു ആയാലും. എന്തിനാലും ആ കൂട്ടുകാരിക്കെതിരെയും കംപ്ലൈൻറ്റ് കൊടുത്തു എന്നൊക്കെയാണ് കേൾക്കാൻ കഴിഞ്ഞത്. അവരിട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്നൊക്കെ. എന്തിനാലും അദ്ദേഹം ഒരു പുരോഹിതനല്ല. ആ വ്യക്തി എങ്ങനെ പരിഹസിക്കണം? ആകപ്പാടെ ഒരു ചെയ്തൊരു തെറ്റ് അവർക്കൊരു വീട് വയ്ക്കാനുള്ളൊരു സ്ഥലം കൊടുത്തു എന്നുള്ളത്. അതും നല്ല കണ്ണായ സ്ഥലമാണ് അവർക്ക് കൊടുത്തത്. അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. എന്തിനാലും ഇതെല്ലാം ഒരു പാഠം തന്നെയാണ്. ഇപ്പോൾ രേണുവിന് ഇനി എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ രേണു ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഞാനും ഫാദറും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, വെറുതെ പറഞ്ഞ് ഉണ്ടാക്കിയതാണ്, ഫാദർ എന്നോട് അങ്ങനെയൊന്നും ഉണ്ടെന്ന് പറഞ്ഞില്ല എന്നുള്ള. ആദ്യം ഞാൻ ആ വീഡിയോ വെച്ചപ്പോഴും അതിൻ്റെ അകത്തും കൂടി ഞാനത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. ആ രേണുവാണ് ഫാദറിനെ വിഷപ്പാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ രേണുവിന് തന്നെ നിലപാടില്ലാത്ത പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. രണ്ടഭിപ്രായം പറയുന്നത്, അതായത് 2 വഞ്ചിയിൽ കാല് വയ്ക്കുന്ന പോലെ. രേണു ഇനിയെങ്കിലും ഒന്ന് കൂട്ടുകാരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് തിരഞ്ഞെടുത്താൽ രേണുവിന് നല്ലതായിരിക്കും. എന്താ അതിൻ്റെ അർത്ഥം? ബിഷപ്പിന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്? മോളെ ഒരു പ്രശ്നമില്ല. ഞാൻ ഒരിക്കലും ഒരു വ്ളോഗേഴ്സിനോട് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. രേണു സുധിയെ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഇപ്പൊ കുറ്റപ്പെടുത്തുന്നേ ഇല്ല. നേരത്തെ ഒക്കെ കുറെ കുറ്റപ്പെടുത്തിയായിരുന്നു. അപ്പൊ ഇപ്പോഴും ഓരോ വ്ളോഗർമാർ എന്നോട് ചോദിക്കാറുണ്ട്, രേണു സുധിയെ കുറ്റം പറയാൻ ഫാദർ വരുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഒരു ഇതിനുമില്ല എന്നാണ് അദ്ദേഹം, ആ പിതാവ് എന്റെ ചേച്ചിയോട് ഫോണിൽ സംസാരിച്ചത്. ഈ ചില ആളുകൾ
ഈ വീഡിയോൻ്റെ അകത്ത് രേണു പറയുന്നത് എന്താ, ഞാൻ എൻ്റെ ചേച്ചിയായിട്ടാണ് സംസാരിപ്പിച്ചത്, ഫാദർ പറഞ്ഞു മോളെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുഴപ്പമില്ലെങ്കിൽ ഇപ്പോൾ ഫാദറിന് ആ കേസ് കൊടുക്കേണ്ടി വരില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് തന്നെയാലും പ്രശ്നമുണ്ട്. രേണുവിൻ്റെ ഭാഗം ന്യായീകരിക്കാൻ മാത്രമേ പറയുള്ളൂ. എന്ത് തന്നെയാലും വിഷപ്പാമ്പ് എന്ന് പറഞ്ഞത് രേണുവിൻ്റെ വായിൽ നിന്ന് തന്നെ വന്നതാണ്. അതിപ്പോൾ ആ വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അല്ലാണ്ട് അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വെറുതെ പറയുന്നതല്ലല്ലോ. ഓൾറെഡി വീഡിയോയിൽ വന്ന കാര്യമാണ്. വിഷപ്പാമ്പ് എന്നൊക്കെ പറഞ്ഞ് അപ്പോഴൊക്കെ പരിഹസിച്ച് ചിരിക്കുമ്പോൾ എന്താ ഒരു സന്തോഷം. ഈ കാണുന്ന കൂട്ടുകാരികളൊന്നും ഇനി ഒരു ആപത്ത് വരുമ്പോഴൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് തന്നെയായാലും രേണുവിന് പബ്ലിക്കായിട്ട് വന്ന് മാപ്പ് പറയുമോ ഇല്ലയോ ഒന്നും അറിയില്ല. പക്ഷേ എന്തെങ്കിലും ഫാദർ ഇത് കുറച്ചും കൂടി നേരത്തെ ചെയ്യേണ്ടായിരുന്നു. ആ മനുഷ്യൻ അനുഭവിച്ച അത് അവനവന് വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അത്രയും അനുഭവിച്ചു. ആകെ ആ സ്ഥലം കൊടുത്തു എന്നുള്ള ഒരു തെറ്റേ ചെയ്തുള്ളൂ. പക്ഷേ അതിന് മാത്രം അതിൻ്റെ 10 ഇരട്ടിയാണ് ആ ഫാദർ അനുഭവിച്ചത്. അപ്പോൾ ഇതിന് ഫാദർക്ക് നീതി തന്നെ കിട്ടണമെന്നാണ് ഇതിലൂടെ പറയാനുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ചിലപ്പോൾ രേണുവിന് ഒരു വാടകയ്ക്ക് വീടും കാര്യങ്ങളൊക്കെ എടുത്ത് മാറേണ്ടി വരും. പക്ഷേ ഇത് രേണുവിന് പേർക്കല്ല, രേണുവിൻ്റെ അതായത് ഋതപ്പനും കിച്ചുവിനും വേണ്ടിയിട്ട് നൽകിയ വീടാണ്. ഇപ്പോൾ കിച്ചു തന്നെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അതിനെക്കുറിച്ചിട്ട് ഒരു കംപ്ലൈൻറ്റോ കാര്യമില്ല, ആ വീട് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മളാണത് നോക്കേണ്ടതെന്ന് കിച്ചുവിൻ്റെ അഭിപ്രായം തുറന്നടിച്ച പോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ടിട്ടും രേണുവിന് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നതെന്ന് അറിയില്ല. രേണു ഇപ്പോൾ ബഹ്റൈനിലോ അങ്ങനെ എവിടെയോ മറ്റാണ്, ഇനി UK പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം നല്ല കാശും ഇതൊക്കെ കിട്ടും. ഇനി ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും രേണുവിനൊരു വാടക വീടൊക്കെ എടുത്ത് നിൽക്കുന്നതിന് ഇപ്പോൾ വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്ത് തന്നെയായാലും ഇതൊക്കെ കിട്ടുന്നതിന് മുമ്പുള്ള ഒരു രേണു ഉണ്ടായിരുന്നു. ആ രേണു തന്നെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കിയും കണ്ടൊക്കെ തിരഞ്ഞെടുക്കുക. ആ കൂട്ടുകാരി എങ്ങനെ പറയുമ്പോഴെങ്കിലും രേണു തടയണമായിരുന്നു. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഞങ്ങൾക്ക് ഒന്നുമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം തന്ന അച്ഛനാണ്. ആ അച്ഛനെ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് രേണു എതിർത്തില്ലെങ്കിൽ രേണുവിന് ഇപ്പോൾ ഈ പ്രോബ്ലം വരില്ലായിരുന്നു. രേണു അതിന് കൂട്ട് നിന്നു ചിരിച്ചു വിഷപ്പാമ്പ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. അതേ രേണു തന്നെ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പറയുന്നു, ഞാനും അച്ഛനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, പുരോഹിതൻ എന്നൊക്കെ പറഞ്ഞിട്ടും പറയുന്നുണ്ടല്ലോ. 2 അഭിപ്രായമാണ് രേണു പറയുന്നത്. എന്ത് തന്നെയാലും രേണു ഈ ചെയ്തതോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. രേണുവിന് ഇതിൻ്റെ ന്യായീകരണം ഉണ്ടാകും. പക്ഷേ ആ ഫാദർ ഇത് കുറച്ച് മുന്നേ ചെയ്യേണ്ടതായിരുന്നു. ഈ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടായിരുന്നു. കാരണം അത്രയും സഹിച്ചിട്ടാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ആകെപ്പാടെ ചെയ്ത തെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വീട് വയ്ക്കാൻ അവർക്ക് സ്ഥലം കൊടുത്തു, അവരെ കുറച്ച് സപ്പോർട്ട് ചെയ്തു. അതിന് അദ്ദേഹം കേൾക്കാവുന്നതിൻ്റെ പരമാവധി കേട്ടു.